ഹലോ അസ്സാം വലൈക്കും. ഇന്ന് മുഹറം 9 നോമ്പായതുകൊണ്ട് ഇന്ന് സ്പെഷ്യലായിട്ട് എന്തുണ്ടാക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നിയത്. നമുക്ക് നമ്മുടെ മസാല ബ്രെഡ് തന്നെ ആദ്യം തന്നെ ഞാൻ ചായ ഇട്ടു. അതിനുശേഷം മസാല ബ്രെഡിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. അതായത് നമ്മൾ സ്ലൈസ് ചെയ്ത ബ്രെഡിനെ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് ആ ബ്രെഡിനെ നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ആ സെയിം പാത്രത്തിൽ തന്നെ അല്പം എണ്ണ ഒഴിച്ച് 2 മുട്ട ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലിട്ടൊന്ന് ചിക്കി എടുക്കുക. ഓക്കെ, ആ സെയിം പാത്രത്തിൽ തന്നെ ഒന്ന് ചിക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് മാറ്റി വയ്ക്കണം. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് മുളക് പൊടി, മസാലപ്പൊടി, ലേശം ഉപ്പ്, ചിക്കൻ മസാലപ്പൊടി എന്നിവ ഇട്ട് വഴറ്റുക. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ എടുത്ത് മിക്സ് ചെയ്യുക. അത് നന്നായി മിക്സായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ സോസ് ഒഴിക്കുക. പിന്നെ അതിന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അതിനെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മസാല ബ്രെഡ് റെഡിയായി. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ നോമ്പ് തുറക്കാനായിട്ട് ഇന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് ഐറ്റംസ്. അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാ വാങ്ക് വിളിച്ചു. അങ്ങനെ ഞാൻ നോമ്പ് തുറക്കാണ്. ഞാൻ എന്നും മോസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോമ്പ് തുറക്കുന്ന കാരക്ക വെച്ചിട്ടാവും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ടായ പ്ലംസ് ഒരെണ്ണം കഴിച്ചു. ദെൻ മോസ്റ്റ് ഫേവറേറ്റ് ഫ്രൂട്ട് മാമ്പഴം, അതും കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് മാമ്പഴം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രിങ്ക്സ് കുടിച്ചു. അൽഹംദുലില്ലാ. അങ്ങനെ വന്നു നമ്മുടെ മസാല ബ്രെഡ്. നിങ്ങളും കഴിച്ചോ കുറച്ച്? അങ്ങനെ ഞാൻ ബിസ്മില്ലാ മസാല ബ്രെഡ് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. അത് വീണ്ടും വീണ്ടും എനിക്ക് കഴിക്കാൻ തോന്നി. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫുഡാണത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ദെൻ ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ചായ. ഓക്കെ, അങ്ങനെ ചായയും കുടിച്ചു. പഠിച്ചവനോട് അൽഹംദുലില്ലാ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കുന്തിരിക്കം പുകച്ചു. അത് പുകച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ആദ്യക്കുട്ടൻ അവിടെ ഇവിടേക്ക് ഇങ്ങനെ വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ മുഹറം 9 നോമ്പ് കഴിഞ്ഞു.